പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനാണ് ഫ്രാൻസിന്റെ ശ്രമങ്ങളെന്നും നിലവിലെ ആണവ പരിധി കടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും തിങ്കളാഴ്ച മാക്രോൺ വ്യക്തമാക്കി. ഫ്രാൻസിന് ലഭ്യമായ ആയുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും കൃത്യമായ എണ്ണം വെളിപ്പെടുത്താതെ മാക്രോൺ വിശദീകരിച്ചു. നിലവിൽ ലോകം അപകട സാധ്യത നിറഞ്ഞ ഒരു ഭൗമ രാഷ്ട്രീയ പ്രക്ഷോഭത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ഫ്രഞ്ച് പ്രതിരോധത്തിന് കടുപ്പം ആവശ്യമാണെന്നും അദ്ദേഹം ബ്രിട്ടാനിയയിലെ അന്തർവാഹിനി താവളത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ എതിരാളികളും പങ്കാളികളും ഒരുപാട് വളർന്നുവെന്നും അതുകൊണ്ട് ഫ്രാൻസിനും ആണവ സിദ്ധാന്തത്തിൽ അനിവാര്യമായ മാറ്റം ആവശ്യമാണെന്നും മാക്രോൺ വിശദീകരിച്ചു. പ്രതിരോധം ശക്തമാക്കുകയും കൂടുതൽ പ്രതിരോധാത്മകമായ രീതിയിൽ മുന്നോട്ടു പോവുകയും വേണം. സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള ഉത്തരവാദിത്തം എല്ലായ്പ്പോഴും പ്രസിഡന്റിനായിരിക്കും. എങ്കിലും പുതിയ വെല്ലുവിളികളുടെ സാഹചര്യത്തിൽ ആണവായുധ ശേഖരത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കേണ്ടത് ഫ്രാൻസിന് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UK, ജർമ്മനി, പോളണ്ട്, നെതർലാൻഡ്സ്, ബെൽജിയം, ഗ്രീസ്, സ്വീഡൻ, ഡെൻമാർക്ക് എന്നിവ ഫ്രാൻസിന്റെ പുതിയ നൂതന ആണവ സിദ്ധാന്തത്തിൽ ചേരുമെന്നും ചില സാഹചര്യങ്ങളിൽ സഖ്യകക്ഷികൾക്കിടയിൽ തന്ത്രപരമായ ആയുധങ്ങൾ വിന്യസിക്കുന്നത് സാധ്യമാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ തങ്ങളുടെ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് സ്പെയിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ US യുദ്ധവിമാനങ്ങൾ രാജ്യം വിട്ടു. ഇറാനെതിരായ US-ഇസ്രയേൽ സംയുക്ത ആക്രമണത്തെ സ്പെയിൻ അപലപിച്ചു. ഇറാനെതിരായ US ആക്രമണം അന്താരാഷ്ട്ര നിയമത്തെ ലംഘിക്കുന്നതും ന്യായീകരിക്കാനാവാത്തതുമാണെന്ന് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് തുറന്നടിച്ചു. സ്പെയിനിൽ പ്രധാനമായും 2 വലിയ സൈനിക കേന്ദ്രങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്: നോട്ട നേവൽ ബേസും മോറോൺ എയർ ബേസും. ഇവ രണ്ടും സ്പാനിഷ് സേനയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാൻ സ്പെയിൻ അനുമതി നിരസിച്ചതോടെ US സ്പെയിൻ സംയുക്ത നിയന്ത്രണത്തിലുള്ള റോട്ട, മോറോൺ താവളങ്ങളിൽ നിന്നും 15 US വിമാനങ്ങൾ തിരിച്ചുപോയി. ജർമ്മനിയിലെ റാംസ്റ്റീൻ വ്യോമതാവളത്തിലേക്കാണ് വിമാനങ്ങൾ പോയത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24 പ്രകാരം 15 US വിമാനങ്ങൾ തെക്കൻ സ്പെയിനിലെ താവളങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്. കുറഞ്ഞത് 7 വിമാനങ്ങളെങ്കിലും ജർമ്മനിയിലെ എയർബേസിൽ ഇറങ്ങിയതായും ഫ്ലൈറ്റ് റഡാറിൽ കാണിക്കുന്നുമുണ്ട്. സംയുക്ത ഉപയോഗ ക്രമീകരണത്തിന് കീഴിലാണ് സ്പെയിനിലെ US താവളങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അവ സ്പാനിഷ് പരമാധികാരത്തിന് കീഴിലാണെന്ന് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ പ്രത്യാക്രമണങ്ങളെയും സ്പെയിൻ അപലപിച്ചിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിന് നേരത്തെ ബ്രിട്ടൻ തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലുടനീളമുള്ള അമേരിക്കൻ ആസ്തികളെയും ഗൾഫ് മേഖലയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഇറാൻ പ്രത്യാക്രമണങ്ങളോടെ ഞായറാഴ്ച പ്രധാനമന്ത്രി സ്റ്റാർമർ ഇവ ഉപയോഗിക്കാൻ അനുമതി നൽകുകയായിരുന്നു. അതേസമയം യുദ്ധത്തിൽ USനും ഇസ്രയേലിനുമൊപ്പം ബ്രിട്ടൻ ചേരില്ലെന്നും ഇറാഖ് യുദ്ധത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം സൈപ്രസിലെ ബ്രിട്ടീഷ് സേനാ താവളത്തിൽ ആക്രമണമുണ്ടായി. ബ്രിട്ടീഷ് വ്യോമസേനാ താവളമായ ആക്രോറ്റീരിയയിലെ റൺവേയിൽ ഇറാന്റെ ഡ്രോൺ തകർന്ന് വീണാണ് അപകടമുണ്ടായത്. താവളം അടിയന്തരമായി ഒഴിപ്പിക്കുകയും ചെയ്തു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി സമീപത്തെ പാഫോസ് അന്താരാഷ്ട്ര വിമാനത്താവളവും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.